ഇത് ഞങ്ങളുടെ ഗ്രാമം. പൂക്കളും പുഴകളും പൂനിലാവിൻ്റെ ലഹരിയും ഒക്കെയുള്ള ഒരു ഗ്രാമം. ഇവിടുത്തെ ആളുകൾ വളരെ ശുദ്ധരാണ്. സ്ഥലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലും ലൈബ്രറിയും റേഡിയോ നിലയവും ഒക്കെയാണ് ഈ ചായക്കട. പിള്ളച്ചേട്ടോ, ബാബുചേട്ടോ ഒരു ചായ. ഞങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിലൊന്ന് എൽദോ, പിന്നെ ഇപ്പോൾ ഒരു പട്ടി. എടാ ജോസെ, നമ്മുടെ എൽദോയെ പട്ടി അടിച്ചു എന്നും പറഞ്ഞോണ്ടല്ലേ അവൻ ഓടിയത്? രണ്ട് പട്ടികൾ തമ്മിൽ കടി കൂടിയെന്ന് കരുതിയാ മതി. അല്ല പിന്നെ. ബാബോട്ടാ, ഓ നമ്മുടെ പതിവ് പൊറോട്ടയും ബീഫും. ആ ഒന്നൊതുക്കിയേ. ഡാ ജോസെ, എന്റെ പോത്തിനിപ്പോ പഴയ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇറച്ചിയും മായൊക്കെ ആണോ? പോത്തൊക്കെ തന്നെ ആണോ നീ ഇപ്പൊ കൊടുക്കുന്നത്? നീ പോത്താണെങ്കിൽ തിന്നാ മതി. ബാബേട്ട, നമ്മുടെ ഹരിയേട്ടന്റെ കുറിപ്പ് എന്തോ പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നല്ലോ. എടാ നമ്മുടെ എൽദോ ഇല്ലേ, അവനെ പട്ടി അടിച്ചു എന്നും പറഞ്ഞോണ്ട് അവൻ ഓടിയത്. അതെന്തായാലും നന്നായി. ഒരു പട്ടിയെങ്കിലും അവനിട്ടൊരു പണി കൊടുത്തല്ലോ, അത് മതി. അറിഞ്ഞില്ലേ സന്തോഷ വാർത്ത? എൽദോയെ പേപ്പട്ടി അടിച്ചെന്ന്. ഓ അറിഞ്ഞു. അവസാനം ദൈവം അറിഞ്ഞ അവനാ പണി കിട്ടിയത്. എൻ്റെ എത്ര പോത്തിനെയാണെന്നറിയാവോ രാത്രിയിൽ കെട്ടഴിച്ചു വിട്ടേക്കണത്, നശിച്ചവൻ. അത് മാത്രോ, ദിവസം അവൻ എൻ്റെ കടയിൽ നിന്ന് വന്ന് കഴിക്കുന്ന ഭക്ഷണം എത്ര നിങ്ങൾക്ക് അറിയാവോ? പൈസ ചോദിച്ചാലോ കത്തി കാണിക്കും. എന്നിട്ടും എന്നെ കെട്ടിയോക്കാന്നും പറഞ്ഞൊരു പൊതിയും കൊണ്ടുപോകും. മടുത്തു ആ ദ്രോഹി കൊണ്ട്. അങ്ങനെ ആ ദേശീയ വിപത്തിനെ കൊണ്ടുള്ള ശല്യം നമുക്ക് അവസാനിച്ചെന്നും കരുതിയാ മതി. അയ്യോ രക്ഷിക്കണേ, എന്റെ ഇച്ചാനെ പട്ടി കടിച്ചേ, രക്ഷിക്കണേ, ഒന്ന് സഹായിക്കണേ ബാബുവേട്ട, ഒന്ന് സഹായിക്കണേ. ഓ പിന്നെ ദിവസം എനിക്ക് അവനെ കൊണ്ട് 10-200 രൂപയുടെ നഷ്ടമുണ്ട്. ഇനി അതിന്റെ കൂടെ ഇതും കൂടെ എന്നെ കൊണ്ടങ്ങ് വയ്യ. എടാ ജോസ്, നീയെങ്കിലും ഒന്ന് സഹായിക്കണ. പേപ്പട്ടിയാന്നാ എല്ലാരും പറയണേ. നീ ഇതല്ലാതെ എന്ത് വേണേ പറ, ഞാൻ ചെയ്യാം. പക്ഷെ ഇത് നടക്കിയല്ല. എന്നെ നോക്കണ്ട അമ്മണി, അവൻ എന്റെ എത്ര പത്രക്കെട്ടുകളാ വെള്ളത്തിൽ തള്ളിയിട്ടെന്ന് അറിയാവോ? നിങ്ങളിങ്ങനെ എൽദോരെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ പട്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കേ. അതെ, ഒരു പേപ്പട്ടിയാ. പിന്നെ അത് അതിന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും ഇപ്പൊ. അതവിടെ തന്നെ നിൽക്കൂ, അതിപ്പോ പോയിട്ടുണ്ടാവില്ലേ? നിങ്ങളൊന്ന് ഓർക്കണം, അതൊരു പേപ്പട്ടിയാ. ആ പട്ടിയെന്ന് നാട്ടിൽ വേറെ പട്ടികളെ കടിച്ചാലേ നാട് മൊത്തം പേപടരും. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനെന്നോ, തപ്പിപ്പിടിച്ച് തല്ലി കൊല്ലണം, അത്ര തന്നെ. എന്താ പറഞ്ഞ? പട്ടിയെ കൊല്ലണമെന്ന് ഇങ്ങനെ തിന്നോണ്ടിരുന്നാ മതി, വേറെ ഒന്നും കേൾക്കണ്ട. പട്ടിയെ കൊല്ലാൻ സമ്മതിക്കില്ല. അതെന്നെ തൻ്റെ പട്ടിയാണോ? പട്ടി എൻ്റെ അല്ല. പിന്നെ ഞാനേ ഒരു മൃഗസ്നേഹിയാ. പട്ടിയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾ പട്ടിയെ കൊന്നാൽ ഞാൻ കേസ് കൊടുക്കുകയും ചെയ്യും, എല്ലാവരും അകത്താകുകയും ചെയ്യും. അതൊരു പേപ്പട്ടിയല്ലേടോ. എന്തായാലും പട്ടിയല്ലേ, അതിന് സംസാരശേഷിയുണ്ടോ? മാത്രമല്ല പിള്ളച്ചേട്ടാ, നിങ്ങളുടെ അടുത്ത് വന്നത് പറഞ്ഞായിരുന്നു അതാണ് കടിച്ചതെന്ന്. തെളിവുണ്ടോ അതിന്? എടോ ലോലുക്കുട്ടാ, ഇത് നമ്മൾ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നം. ഇപ്പൊ എൽദോയെ പട്ടി അടിച്ച് നമുക്ക് ഇഷ്ടമായെന്ന് കരുതി അത് മറ്റുള്ളവരെ കടിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അത് തന്നെ. ഞാൻ സമ്മതിക്കില്ല. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഒന്നുമല്ലല്ലോ, കിടപ്പാടം പോലില്ലാത്തൊരു ജീവിയല്ലേ പാവം, മിണ്ടാപ്രാണി. അങ്ങനെയാണെങ്കിൽ അതുപോലൊരു മിണ്ടാപ്രാണി അല്ലേടോ താനിപ്പോ തിന്നത്? പോത്തിനെ തിന്നാന്നേ, കോഴിയും പിന്നെ പന്നി. നാവിൽ ഇപ്പൊ തന്നെ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. ആടിനെ തിന്നുന്നതിനും കുഴപ്പമില്ല, ഞങ്ങൾ മൃഗസ്നേഹികൾ അതിനൊന്നും എതിരല്ല. പക്ഷെ പട്ടി, അതിനെ തൊട്ട വിധം മാറും. അതിനിപ്പോ പേപ്പട്ടിയാണേലും ശരി. ശിടാ, ഇയാളെ കൊണ്ടാകെ പുലിമലായല്ലോ. പിന്നെ എന്താ ചെയ്യാ, താൻ തന്നെ പറ. അതിപ്പോ എന്താ പറയുക? നിങ്ങൾ എൽദോയ്ക്കൊന്നു, എനിക്ക് കുഴപ്പമില്ല. സ്വഭാവം വെച്ച രണ്ടും പട്ടി തന്നെയാ. ദേ പിള്ളച്ചേട്ടാ, നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോ, പക്ഷെ പട്ടിയും എൽദോ ഒന്നാണെന്ന് പറയുന്നത് കേട്ടോ. അതല്ലടാ, പട്ടിയായി കണ്ട കൊല്ലാൻ കുഴപ്പമില്ലെന്നാ ഉദ്ദേശിച്ചത്. പോരാത്തതിന് പേയും. ഒരു കണക്കിന് നോക്കിയാ ശരിയാ, അവൻ ഏതായാലും പേ പിടിച്ച് ചാവത്തേ ഉള്ളൂ. പണ്ടേ അവൻ ആക്രമണകാരിയാ, ഇപ്പൊ പേ കൂടിയായ സ്ഥിതിക്ക് നമ്മുടെ കാര്യം പോക്കാം. അതാ ഞാൻ പറഞ്ഞ അവനങ്ങും കൊന്നോളാൻ. അതാവുമ്പോൾ നാട്ടിനും നാട്ടുകാർക്കും ഒരു ഉപകാരം ആകുകയും ചെയ്യും. പിന്നെ മനുഷ്യൻ ചത്തുന്നോ കൊന്നൂന്നോ വെച്ച് ഞങ്ങൾ മൃഗസ്നേഹികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത്? എന്റെ ഇച്ചാനെ കൊല്ലാനോ? കാര്യം അങ്ങേര് ഒരു വൃത്തികെട്ടവനാ എന്ന് കരുതി കൊന്നു കളയാൻ പറ്റുമോ? അങ്ങേര് പോയ പിന്നെ എനിക്ക് ആരുണ്ട്? അത് ഓർത്ത് വിഷമിക്കണ്ട അമ്മണി, ഞങ്ങളൊക്കെ ഇല്ലേ. അങ്ങനല്ല അമ്മണി, നമുക്ക് എൽദോയെ ഒരു രക്തസാക്ഷിയാക്കാം. പഞ്ചായത്തിൽ നിന്നൊക്കെ ധനസഹായം കിട്ടും, 1.5 ലക്ഷം രൂപ. പിന്നെ പെൻഷനും, ചിലപ്പോ ഒരു വീടും. ഉള്ളതാണോ? ഓ എന്നാ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും.
അല്ലെങ്കിലേ പണ്ടേ അങ്ങേർക്ക് പേയ ദ്രോഹി. അതൊക്കെ ശരി, പക്ഷെ എൽദോയെ ആര് കൊല്ലും? ഇവനല്ലേ പറഞ്ഞേ, അവൻ തന്നെ കൊല്ലട്ടെ. അതിനിപ്പോ എന്റെ തലയ്ക്കോട്ടാക്ക്. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പിള്ളച്ചേട്ടോ, പിള്ളച്ചേട്ടനെ കൊണ്ട് പറ്റും. ഒന്നല്ലെങ്കിലും പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഞാനോ? എടാ നീ എന്റെ ഈ കയ്യിലോട്ടൊന്ന് നോക്കിയേ. എടാ അതിർത്തിയിൽ ഒരുപാട് വെടിവെച്ച് തഴമ്പിച്ച കയ്യാ. റിട്ടയർ ആയപ്പോ ടച്ച് വിട്ടറാ. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ. നമുക്ക് ഇവനെ കൊണ്ട് കൊല്ലിച്ചാലോ? ആ, ഇവനാവുമ്പോ പോത്തിനെയും കോഴിയെ കൊന്ന് നല്ല ശീലമുള്ളവനാ. പോരാത്തതിന് ചോര കണ്ട് അറപ്പം തീർന്നവനാ. നിന്നെ കൊണ്ട് പറ്റും. പിന്നെ നിങ്ങൾ വേറെ ആളെ നോക്ക്, എന്നെ കൊണ്ടെങ്ങും പറ്റിയല്ല. ബാബു ചേട്ടാ, ഇറച്ചിയുടെ പൈസ അല്ലേ? വേണ്ട, പിന്നെ ഞാൻ മേടിച്ചോളാം. മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നു. ദേ പിള്ളച്ചേട്ടാ, ഇപ്പോഴാണ് കാര്യം നടക്കും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞവനെ പിടിച്ചേർത്ത്. ഒന്ന് ശ്രമിക്കട്ടെ. ജോസേട്ടാ നിക്കടാ. എടാ നീ ഇതേ ഒരു രാഷ്ട്ര സേവനമായിട്ട് കണ്ടാ മതി അല്ലേ ബാബു? പിന്നല്ലാതെ. എടാ ഒന്നുമില്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ? പോരാത്തിനതാ അമ്മിണിയും. മാത്രല്ല ഒരാൾ ചത്ത് കിടക്കുന്നതല്ലാതെ കൊല്ലണം ഇതുവരെ കണ്ടിട്ടില്ല. അതാ. ദേ ഒന്ന് മാറിക്കാം. ഈ പട്ടികളെന്ന് പറയുന്നത് മനുഷ്യന്റെ സുഹൃത്തുക്കളാണ്. അവരൊരിക്കലും മനുഷ്യന് തിന്മ ചെയ്യില്ല. ഈ നാട്ടിൽ തന്നെ കണ്ടില്ലേ, ഇവിടുത്തെ ഏറ്റവും വൃത്തികെട്ടവനെ തന്നെ തെരഞ്ഞു പിടിച്ച് കടിച്ചത്. പിന്നെ ഇനിയിപ്പോ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാനങ്ങ് പോയേക്കും. എൻ്റെ പിള്ളച്ചേട്ട, എനിക്കാകെ പോത്തിനെയും കോഴിയും കൊന്നു മാത്രമേ പരിചയമുള്ളൂ. ഇങ്ങനെയൊക്കെ അല്ലേടാ ശീലമാവുന്നത്. അയ്യോ അയ്യോ ഓടി വരണേ. അയ്യോ അയ്യോ അയ്യോ, ആ നശിച്ച പട്ടി എന്നെയും കടിച്ച്. അയ്യോ അയ്യോ. മറ്റൊരു വൃത്തികെട്ടവനെ കൂടി ആ പട്ടി തെരഞ്ഞു പിടിച്ച് കടിച്ചു. ഇവൻ പറഞ്ഞത് ശരിയാ കേട്ടോ, ആ പട്ടി നല്ല പട്ടിയാ. എടാ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ. ബാബുവേട്ട ഒന്ന് പറയട്ടെ, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ട്. അയ്യോ. പിന്നെ ഇനി നിന്നെ തൊട്ടിട്ട് വേണം ഞങ്ങൾക്ക് കൂടെ പോയി പിടിക്കാൻ. ഒന്ന് പോടാപ്പാ. ഏതായാലും നമ്മൾ എൽദോയെ കൊല്ലാൻ പോവാ. ആദ്യം നമുക്ക് ഇവനെ അങ്ങ് തട്ടിയാലോ? മാത്രവുമല്ല പട്ടിയെ കൊല്ലാൻ അവൻ സമ്മതിക്കത്തില്ലല്ലോ. നിങ്ങൾ പോയി ആ പട്ടി ഒന്ന് കൊല്ലാവോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ. നിങ്ങൾ പോയി ആ പേപ്പട്ടിയെ കൊല്ല്. എൽദോ എന്നെ ഒന്ന് ആശുപത്രി ഒന്ന് കൊണ്ടുപോവോ? അയ്യോ, മൃഗസ്നേഹി ഇപ്പൊ മനുഷ്യ സ്നേഹിയായോ? കൊള്ളാലോ. അപ്പൊ എന്റെ 1.5 ലക്ഷം രൂപയും വീടോ? സ്വാഹ. ശരി, എങ്കിലിട്. വാ ബൊക്ക്. ലോലു, നീ ആകെ കുഴയല്ലോടെ. നീ ഇനിയിപ്പോ എങ്ങനെ നാരങ്ങച്ചാറ്? ശവത്തെ കുത്തല്ലേ പിള്ളച്ചേട്ടാ.